കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ ക്ഷാമം അതിരൂക്ഷമായതോടെ രോഗികൾ കടുത്ത ദുരിതത്തിലാണെന്ന് ബി.ജെ.പി. നേതാവ് എൻ ഹരി ആരോപിച്ചു. ആന്റി ക്യാൻസർ ശസ്ത്രക്രിയാനന്തര അവശ്യ മരുന്നുകളും ലഭ്യമല്ലാതായതോടെ രോഗികൾ വലയുകയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മാതൃക ചുവരെഴുത്തുകളിലും ആരോഗ്യമന്ത്രിയുടെ ആദരവുകളിലും മാത്രം ഒതുങ്ങുകയാണെന്നും എൻ ഹരി പറഞ്ഞു. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അവാർഡ് വാങ്ങാനായി വിദേശ രാജ്യങ്ങളിലൊക്കെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുക. ഈ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കം എനിക്ക് നേരിട്ടറിയാം. അവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ്, നമുക്കറിയാം, ക്യാൻസറിൻ്റെ കീമോ നടക്കുന്ന സമയത്ത് കൊടുക്കുന്ന മരുന്നുകൾ അതിൻ്റെ ഒരു ഷോർട്ടേജ് എന്ന് പറയുമ്പോൾ ഞാൻ അന്വേഷിച്ചു. പല ആശുപത്രികളിൽ ഏതാണ്ട് 14 പ്രധാനപ്പെട്ട മരുന്നുകൾ ഈ നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിലില്ല. നിങ്ങൾക്കൊരു സർജറി നടത്തണമെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ കിട്ടണമെങ്കിൽ, അതിനെല്ലാം തന്നെ വെളിയിൽ ഒരു പഞ്ഞി മേടിക്കണമെങ്കിൽ ആ പഞ്ഞി വരെ മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. നമ്പർ 1 കേരളത്തിലെ ആരോഗ്യ മേഖലയെന്നും പറഞ്ഞാണ് നിലമ്പൂർ പോലും നിങ്ങൾ ഇലക്ഷനെ നേരിട്ടത്. ഒരാശുപത്രിയിൽ ഒരു മരുന്ന് പോലും ഇല്ലാത്ത ഈ അവസ്ഥയിൽ ആരോഗ്യമന്ത്രി തൽസ്ഥാനം രാജിവെക്കാനുള്ള ഒരു മാന്യത കാണിക്കണമെന്നാണ് പറയാനുള്ളത്. നിങ്ങൾ കൊട്ടിഘോഷിച്ച് ഏത് ആരോഗ്യവകുപ്പ് എങ്ങോട്ടാണ് പോകുന്നത്? മരുന്നുകളില്ല. സാധാരണക്കാരൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവൻ ഈ നാട്ടിൽ ജീവിക്കുകയാണ്. ഇത് സാമ്പത്തികമുള്ളവന് മാത്രം ചികിത്സ എന്നുള്ള നിലയിലേക്ക് കേരളം അധപ്പതിച്ചിരിക്കുകയാണ്. ഇത്രയും ഗതികെട്ട ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ വിഷയം ഇവിടുത്തെ ജനങ്ങൾ സഹികെട്ട് ക്ഷമിച്ച് അവർ ശപിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ അടിയന്തരമായി രാജിവെക്കണം ഒരിക്കൽ കൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക.